നമ്മള് ഈ പൊതുവെ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് മഞ്ഞ കളർ മഞ്ഞപ്പിത്തം വരുന്നത് എന്തുകൊണ്ടാണ്? കുഞ്ഞുങ്ങളിലെ മഞ്ഞപ്പിത്തം, അതായത് നിയോനേറ്റൽ ജോണ്ടിസ് വരുന്നത്, അതായത് മഞ്ഞപ്പിത്തം വരാനുള്ള ഏറ്റവും പ്രധാന കാരണം നമ്മുടെ സ്കിന്നിൽ ആ ഒരു മഞ്ഞ ഡിസ്കളറേഷൻ വരുന്നതാണ്. ഇത് ഉണ്ടാക്കുന്നത് ബിലിറൂബിൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണ്. ശരിക്കും ശരീരത്തിലെ ചുവന്ന രക്താണുക്കൾ വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്നത്, നശിച്ചു കഴിഞ്ഞ് വിഘടിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പദാർത്ഥമാണ്, അല്ലെങ്കിൽ ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഈ ഒരു ബിലിറൂബിൻ എന്ന് പറയുന്നത്. ഇതിനെ ബ്ലഡിൽ നിന്നും അരിച്ചെടുക്കുന്നത് കരളാണ്. അത് മാത്രമല്ല കരൾ ഇതിനെ മലം വഴി അല്ലെങ്കിൽ മൂത്രം വഴി പുറന്തള്ളുകയും ചെയ്യും. അതുകൊണ്ടാണ് മലത്തിലും മൂത്രത്തിലും ഒക്കെ ഒരു മഞ്ഞ കളറ് വരുന്നത്. പക്ഷെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്, നിയോനേറ്റ്സിനെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു വിഘടനം, രക്താണുക്കളുടെ വിഘടനം വളരെ ഫാസ്റ്റ് ആണ്. അത് മാത്രമല്ല അവരുടെ ലിവർ അത്രമേൽ വളർച്ച എത്തിയിട്ടും ഉണ്ടാവില്ല. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് അവരുടെ രക്തത്തിൽ ബിലിറൂബിന്റെ അളവ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ജോണ്ടിസ് വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പം നവജാത ശിശുക്കളിൽ അപ്പൊ പൂർണ്ണ വളർച്ച എത്തി, അതായത് ഒരു ജസ്റ്റേഷണൽ ഏജ് 40 വീക്സ് ആവുമ്പോഴാണ് പൂർണ്ണ വളർച്ച എത്തിയ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ പൂർണ്ണ വളർച്ച എത്തി ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഒരു 65% പേർക്ക് ഈ ഒരു ജോണ്ടിസ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഈ ഒരു പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുൻപേ പ്രീടേം ബർത്ത് എന്നാണ് അതിന് പറയുന്നത്. അങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഒരു 85 തൊട്ട് 90% കുട്ടികളിലും ഈ ഒരു മഞ്ഞപ്പിത്തം വരാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ ഏറ്റവും പ്രധാന കാരണം, ഒന്നാമത് ഞാൻ പറഞ്ഞത് പ്രീമച്വർ ബർത്ത് ആണ്, അതായത് മാസം തികയാതെ കുഞ്ഞു ജനിക്കുന്നതാണ്. രണ്ടാമത്തെ കാരണം അമ്മയുടെയും കുഞ്ഞിന്റെയും ബ്ലഡ് തമ്മിൽ ചേരാതെ വരുന്നു. ബ്ലഡ് ഇൻകോമ്പാറ്റിബിലിറ്റി എന്നാണ് ഇതിനെ പറയുന്നത്. രണ്ടു തരത്തിലുണ്ട്. RH ഇൻകോമ്പാറ്റിബിലിറ്റി ഉണ്ട്, അതായത് അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് RH നെഗറ്റീവും കുഞ്ഞിന്റെ ബ്ലഡ് ഗ്രൂപ്പ് RH പോസിറ്റീവ് ആയിരിക്കുന്ന അവസ്ഥ. രണ്ടാമത്തേത് ABO ഇൻകോമ്പാറ്റിബിലിറ്റി എന്ന് പറയും. അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് O ഗ്രൂപ്പും കുഞ്ഞിന്റേത് എയ്തർ A അല്ലെങ്കിൽ ഒരു B ഗ്രൂപ്പ്, അതും അല്ലെങ്കിൽ AB ഗ്രൂപ്പും ആയിരിക്കുന്ന അവസരത്തില്. അപ്പൊ ജനിക്കുന്ന സമയത്ത് ഈ രണ്ട് ബ്ലഡും, അമ്മയുടെ ബ്ലഡും കുഞ്ഞിന്റെ ബ്ലഡും തമ്മിൽ കോണ്ടാക്ട് വരും. അപ്പോ ഇത്തരത്തിൽ ഈ ഒരു ഇൻകോമ്പാറ്റിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മയുടെ ശരീരത്തിൽ കുഞ്ഞിന്റെ ബ്ലഡിന് എതിരെ ആന്റിബോഡീസ് ഫോം ചെയ്യുകയും അത് കുഞ്ഞിന്റെ ശരീരത്തെ രക്താണുക്കളെ നശിപ്പിച്ച് കളയുകയും ചെയ്യും. അത്തരത്തിൽ ബിലിറൂബിൻ ഫോം ചെയ്യും. അങ്ങനെ കുഞ്ഞിന് ജോണ്ടിസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻട്രാ യൂട്രൈൻ ഇൻഫെക്ഷൻസ് ആണ്. കുഞ്ഞ് വയറിലായിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻസ് വരിക, മീസൽസ്, ചിക്കൻ ബോക്സ് അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരിക. പിന്നെ കുഞ്ഞിന് ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കാതെ വരുന്ന കണ്ടീഷൻ, ഗ്ലൂക്കോസിന്റെ വിഘടനത്തിന് ആവശ്യമായ G6PD എന്ന് പറയുന്ന എൻസൈം കുഞ്ഞിന്റെ രക്തത്തിൽ ഇല്ലാതെ വരുന്ന, അത് ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അത് കുഞ്ഞിന്റെ രക്തത്തിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ജോണ്ടിസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചില അമ്മമാരില് ഒരു സമയം ഡെലിവറിയുടെ സമയം ആയാലും ചിലപ്പോൾ പെയിൻ ഒന്നും തുടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പൊ പെയിൻ ഒക്കെ ഇൻഡ്യൂസ് ചെയ്യാനും ഡെലിവറി ഇൻഡ്യൂസ് ചെയ്യാനും ഒക്കെ ഓക്സിറ്റോസിൻ കൊടുക്കാറുണ്ട്. ഇത്തരത്തിൽ ഓക്സിറ്റോസിൻ കഴിക്കുന്ന അമ്മമാർക്ക് ജനിക്കുന്ന കുട്ടികളിൽ ചിലപ്പോൾ ജോണ്ടിസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കൺജനൈറ്റൽ പ്രശ്നങ്ങൾ, അതായത് കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് കുഞ്ഞിനുണ്ടാകുന്ന വിവിധ തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഹൈപ്പോതൈറോയിഡിസം, തൈറോയ്ഡ് ഹോർമോണിന്റെ അളവ് കുറവ്, അതൊക്കെ ഒരു കാരണമാകാറുണ്ട്. പിന്നെ ശരിയായ രീതിയിൽ ആവശ്യത്തിന് പാല് ലഭിക്കാത്ത കുഞ്ഞുങ്ങളിലും ജോണ്ടിസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് കുഞ്ഞിന് മഞ്ഞപ്പിത്തം ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ജനിച്ച ഉടൻ തന്നെ അറിയാൻ കഴിയുമോ? മഞ്ഞപ്പിത്തം ഉണ്ടെന്നുള്ളതിന് ഏറ്റവും ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് സ്കിന്നിന്റെ ഒരു മഞ്ഞ കളറാണ്. പിന്നെ അതിന്റെ ഒപ്പം, അതായത് ഈ മഞ്ഞ കളറ് പലപ്പോഴും മുഖത്തും കണ്ണിന്റെ ആ ഒരു വെള്ളയിലുമായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. പിന്നീട് അത് താഴേക്ക് ഇറങ്ങും. രക്തത്തില് ഒരു ഡെസിലിറ്റർ ബ്ലഡ് എടുക്കുമ്പോൾ അതിനകത്ത് ഒരു 5 mg അല്ലെങ്കിൽ അതിന് മുകളിൽ ബിലിറൂബിൻ ഉണ്ടെന്നുണ്ടെങ്കിലാണ് മഞ്ഞ കളർ വരുന്നത്. അപ്പം തുടക്കത്തിൽ ഈ മുഖത്ത് മാത്രമായിരിക്കും കാണുന്നത്. പിന്നീട് അത് താഴേക്ക് ഇറങ്ങും. അതായത് നമ്മുടെ നെക്കിലേക്ക്, ചെസ്റ്റിലേക്ക്, അബ്ഡമനിലേക്ക്, അതുപോലെ തന്നെ തൊടയിലേക്ക് ഏറ്റവും അങ്ങേയറ്റം എത്തിക്കഴിയുമ്പോഴത്തേനും, അതായത് 15 മില്ലിഗ്രാമിലൊക്കെ മുകളിൽ പോയി കഴിയുമ്പോഴത്തേക്കിനും കൈയുടെ വെള്ളയില്, കാലിന്റെ വെള്ളയില് ഒക്കെ നോക്കി കഴിയുമ്പോൾ മഞ്ഞയായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇതാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. പിന്നെ അതോടൊപ്പം തന്നെ കുഞ്ഞിന് വോമിറ്റിംഗ് വരാം, അമിതമായിട്ടുള്ള ക്ഷീണം വരാം, കുഞ്ഞ് വല്ലാതെ എന്തിനാണെന്ന് അറിയത്തില്ലാതെ വാശി പിടിച്ച് കരയുന്നതും ഒക്കെ പോലെ കാണിക്കാറുണ്ട്. പിന്നെ ഒരു ശരിയായിട്ടുള്ള ഒരു അസഹിഷ്ണുത, എല്ലാത്തിനും ഒരു അസഹിഷ്ണുതയായിരിക്കും കുഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. പിന്നെ ജനിച്ച ഉടനെ തന്നെ ഒരിക്കലും ഈ ഒരു മഞ്ഞപ്പിത്തം നമുക്ക് മനസ്സിലാക്കാൻ പലപ്പോഴും കഴിയില്ല. കാരണം ആ ഒരു സമയത്ത്, കുഞ്ഞ് വയറിലായിരിക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബിലിറൂബിൻ ഈ ഫിൽറ്റർ ചെയ്യുന്നത് പ്ലാസന്റ വഴി അമ്മയുടെ കരളാണ്. അപ്പോ കുഞ്ഞിന്റെ ശരീരത്തിൽ ഈ ഒരു ബിലിറൂബിന്റെ അളവ് ബാലൻസ്ഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. പിന്നെ ഇത് കൂടുതലായി വരുന്നത് ജനിച്ചു കഴിഞ്ഞ ഒരു 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമായിരിക്കും.
അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഈ മഞ്ഞപ്പിത്തം പലപ്പോഴും പ്രത്യക്ഷപ്പെടാറ്. ഇതുകൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ മഞ്ഞപ്പിത്തം ഇത്രമാത്രം ഗുരുതരമാണെന്ന് പറയുന്നത്. ഇത് ബിലിറൂബിൻ കൂടിയ അളവിൽ ബ്ലഡിൽ കാണുന്ന ഈ ഒരു ബിലിറൂബിൻ പലപ്പോഴും പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ബ്രെയിനിലാണ്, തലച്ചോറിലാണ്. അതുകൊണ്ട് തന്നെ അത് തലച്ചോറിന്റെ വളർച്ചയെ സാരമായി തന്നെ ബാധിക്കും. അപ്പോൾ കുഞ്ഞിന്റെ പിന്നീടുള്ള ജീവിതത്തിൽ ഒരുപാട് ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം പൂർണ്ണ വളർച്ച എത്താതെ വരുന്നു തലച്ചോറ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ചിലപ്പോൾ ബുദ്ധി വൈകല്യം ഉണ്ടാകാം, പഠന വൈകല്യങ്ങൾ ഉണ്ടാകാം, കുഞ്ഞിന് സീഷേഴ്സ്, അപസ്മാരം പോലെയുള്ള കണ്ടീഷൻസ് വരാം, ചിലപ്പോൾ സെറിബ്രൽ പാൾസി പോലെയുള്ള ഗുരുതരമായ പ്രശ്നത്തിലേക്ക് എത്തിക്കാം. അതിന്റെ ഒപ്പം ഇതുപോലെ നിർത്താതെയുള്ള കരച്ചില്, പക്ഷാഘാതം, ചില അവയവങ്ങളുടെ ശരിയായിട്ടുള്ള പ്രവർത്തനം നിലച്ചു പോവുക, കാഴ്ചക്കുറവ്, കേൾവിക്കുറവ്, ഇതെല്ലാം ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ചിലപ്പോൾ ഭാവിയിൽ വന്നേക്കാം. അതുകൊണ്ടാണ് ഇത് ഗുരുതരമായ ഒരു അവസ്ഥയാണെന്നും തക്ക സമയത്ത് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കണമെന്നും പറയുന്നത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത് വന്ന് മുഖത്തും കണ്ണിലും മാത്രമാണ് മഞ്ഞപ്പിത്തം ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം, ഒരു 2 ആഴ്ച വരെയൊക്കെ വെയിറ്റ് ചെയ്യാം. അപ്പം 2 ആഴ്ച കൊണ്ട് ഈ ഒരു സമയത്ത് കുഞ്ഞിന്റെ ഈ ഒരു മഞ്ഞ കളർ താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അത് മാത്രമല്ല 2 ആഴ്ച കഴിഞ്ഞിട്ടും ഇതുപോലെ തന്നെ അല്ലെങ്കിൽ കൂടി വരികയാണ് ഈ ഒരു മഞ്ഞ കളർ എന്നുണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതാണ്. ഇത് രണ്ടും ഗുരുതരമായിട്ടുള്ള അവസ്ഥകളാണ്. അപ്പൊ ഈ 2 കാര്യത്തിലും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ട്രീറ്റ്മെന്റ് ഇതിന്റെ ആ ഒരു എവിടെയാണ് മഞ്ഞ കളർ ഉള്ളത് എന്നുള്ളത് ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പം മുഖത്തും കണ്ണിലും മാത്രമൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിൽ കൊള്ളിക്കാം, നല്ലതുപോലെ പാല് കുടിപ്പിക്കാം കുഞ്ഞിനെ. പിന്നെ താഴേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ കൊണ്ടുപോകണം. അപ്പൊ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ചികിത്സയായിരിക്കും കുഞ്ഞിന് ആവശ്യമായിട്ട് വരിക. ഉള്ളിലേക്ക് മരുന്ന് കഴിക്കേണ്ടി വരും, ഫോട്ടോ തെറാപ്പി പോലെ ആ ഒരു ബ്ലൂ ലൈറ്റിന്റെ അടിയിൽ കിടക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. ചിലപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വരെ നടത്തിക്കൊള്ളണം. അപ്പോൾ അത്രയും ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു സിവിയറിറ്റി എത്രമാത്രം എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും ഇതിന്റെ ട്രീറ്റ്മെന്റ് നിർദ്ദേശിക്കുന്നത്.